നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരിടയ്ക്ക് കത്തി നിന്നിരുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി. ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷം അനുഷ്കയ്ക്ക് കിട്ടിയ സ്വീകാര്യത ചെറുതൊന്നുമായിരുന്നില്ല. രുദ്രമാദേവി, ഭാഗമതി പോലുള്ള സിനിമകളിലൂടെ നടി കൂടുതൽ കരുത്തയായി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിനിമകളിൽ വളരെ സെലക്റ്റീവാണ്. സോഷ്യൽ മീഡിയയിലും അത്രയ്ക്കധികം സജീവമല്ല. 44 വയസ്സുകാരിയായ അനുഷ്ക ഇപ്പോഴും അവിവാഹിതയാണ്. നേരത്തെ പലതവണ അനുഷ്ക ഷെട്ടി വിവാഹത്തിനൊരുങ്ങുന്നുവെന്ന ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും സത്യമായിരുന്നില്ല. മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് നടി സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ വിവാഹം നിർബന്ധമല്ല, പറ്റിയ ആളെ കണ്ടെത്തിയാൽ വിവാഹമുണ്ടാകും എന്ന് അനുഷ്ക പലപ്പോഴായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അനുഷ്കയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. അനുഷ്ക ഷെട്ടി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചുവെന്നാണ് തെലുങ്ക് മാധ്യമങ്ങളിലെ റിപ്പോർട്ട്. വിവാഹത്തിന് കുടുംബം ചെലുത്തുന്ന സമ്മർദ്ദത്തിന് അനുഷ്ക വഴങ്ങിയെന്നുമാണ് റിപ്പോർട്ട്. വരൻ ആരാണ് എന്ന സൂചനകളും ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ധുവായ ബിസിനസ്സുകാരനെ വിവാഹം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടുംബങ്ങൾ സംസാരിച്ച് വിവാഹ കാര്യത്തിൽ തീരുമാനമായി എന്നും വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും തെലുങ്ക് മാധ്യമങ്ങളിൽ പറയുന്നു. ബംഗളൂരുവിലെ വ്യവസായിയാണ് വരനെന്നും അനുഷ്കയുടെ കുടുംബവും വരന്റെ വീട്ടുകാരും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടെന്നും ഈ ബന്ധമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തന്റെ 44-ാം വയസ്സിലാണ് അനുഷ്ക ഷെട്ടി വിവാഹിതയാകാൻ പോകുന്നത്. അനുഷ്കയുടെ വിവാഹത്തെ സംബന്ധിച്ച് നേരത്തെ പല വാർത്തകളും പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രഭാസും അനുഷ്കയും പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തുവന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾ ശരിയല്ല എന്ന് വ്യക്തമാക്കിയ അനുഷ്ക തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നും പ്രഭാസിന് ഏറ്റവും അനുയോജ്യയായ നായിക നടി അനുഷ്ക ഷെട്ടിയാണെന്ന് ആരാധകർ പറയാറുണ്ട്. ബാഹുബലിയാണ് ഇവരുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ. അതേസമയം ബാഹുബലിക്ക് മുൻപ് മിർച്ചി, ബില്ല തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ബാഹുബലി വലിയ ഹിറ്റായെങ്കിലും ഈ സിനിമയ്ക്ക് ശേഷം ഇവരെ ഒരുമിച്ച് പ്രേക്ഷകർ കണ്ടിട്ടില്ല. അനുഷ്ക ഇടവേളയിലേക്ക് കടന്നപ്പോൾ പ്രഭാസ് പാൻ ഇന്ത്യൻ തലത്തിൽ സിനിമകൾ ചെയ്തു. ഇടവേള അവസാനിപ്പിച്ച നടി വീണ്ടും സിനിമകളിൽ സജീവമാകുകയാണ്. അനുഷ്ക ഷെട്ടി മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്ന കത്തനാർ എന്ന സിനിമ ഈ വർഷം റിലീസ് ചെയ്യും. ജയസൂര്യയാണ് ചിത്രത്തിലെ നായകൻ. അനുഷ്ക ഷെട്ടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം ബംഗളൂരുവിൽ നിന്ന് BCA ബിരുദം നേടിയ അനുഷ്ക കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ചലച്ചിത്ര ലോകത്ത് സജീവമാണ്. ഒരു സിനിമയ്ക്ക് അനുഷ്ക 6 കോടി പ്രതിഫലം വാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 120 മുതൽ 134 കോടി വരെയാണ് അവരുടെ ആസ്തിയെന്നും വിവിധ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി കൂടിയാണ് അനുഷ്ക. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ ആഡംബര വീട്ടിലാണ് അനുഷ്കയുടെ താമസം. ഹൈദരാബാദിൽ അവർക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട്. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലും സ്വത്തുക്കളുണ്ട്. 4 ആഡംബര കാറുകളാണ് അനുഷ്കയ്ക്കുള്ളത്. ഒരു BMW 6 സീരീസ്, Audi Q5, Audi A6, ടൊയോട്ടോ കൊറോള, ആൾട്ടിസ് എന്നിവയെല്ലാം അനുഷ്കയ്ക്ക് സ്വന്തമായുണ്ട്. വ്യക്തിജീവിതം ഇപ്പോഴും സ്വകാര്യമായി സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അനുഷ്ക. സൂപ്പർ, അരുന്ധതി, ബാഹുബലി, സിംഗം തുടങ്ങി അനുഷ്ക വേഷമിട്ട ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ്. നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അനുഷ്ക നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഫിലിം ഫെയർ അവാർഡ്, നന്ദി അവാർഡ്, സൈമ, തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരം എന്നിവയെല്ലാം അനുഷ്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നടി അനുഷ്ക ഷെട്ടിയും നാഗചൈതന്യം വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത മുൻപൊരിക്കൽ തെലുങ്ക് സിനിമാ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അന്ന് നാഗാർജുന നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇത്തരം ഗോസിപ്പുകൾ അതിര് കടന്നതാണെന്ന് നാഗാർജുന വിമർശിച്ചിരുന്നു. നേരത്തെ എനിക്കും ഇപ്പോൾ ചൈതന്യയ്ക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ അധപതനത്തിന്റെ സൂചനയാണ് ഇത്തരം ഗോസിപ്പുകളെന്നും നാഗാർജുന അന്ന് പറഞ്ഞിരുന്നു. നേരത്തെ നാഗാർജുന അനുഷ്ക ഷെട്ടിയുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പ് പരന്നിരുന്നു. യോഗ പരിശീലകയായിരുന്ന അനുഷ്ക ഷെട്ടിയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് നാഗാർജുനയാണ്. ഒരുപിടി സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു. അന്നാണ് ഗോസിപ്പുകൾ വന്നത്. പിന്നീട് അനുഷ്ക ഷെട്ടി തെന്നിന്ത്യയിലെ താരറാണിയായി മാറി. ഗോസിപ്പുകൾ അനുഷ്കയെക്കുറിച്ച് പിന്നീടും വന്നു. നടൻ പ്രഭാസും അനുഷ്കയും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോകുന്നു എന്നുമായിരുന്നു ഒരു കാലത്തെ ഗോസിപ്പ്. എന്നാൽ പ്രഭാസ് തന്റെ അടുത്ത സുഹൃത്താണെന്നും പ്രണയമില്ല എന്നും അനുഷ്ക ഷെട്ടി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രഭാസിന്റെ ഏറ്റവും മികച്ച നായികയായാണ് അനുഷ്ക ഷെട്ടി അറിയപ്പെടുന്നത്. ഇതാണ് ഗോസിപ്പുകൾക്ക് കാരണമായത്. 2005-ലാണ് അനുഷ്ക ഷെട്ടി സിനിമയിലേക്ക് നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്.
നാഗാർജുന നായകനായ സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് നടിയുടെ അരങ്ങേറ്റം. ആദ്യ ചിത്രം വിജയിച്ചതോടെ നടിയുടെ കരിയറിന് വലിയ ഗുണം ചെയ്തു. ഒന്നിനു പിറകെ ഒന്നായി വലിയ സിനിമകൾ അനുഷ്കയെ തേടിയെത്തി. 2006 മാധവനൊപ്പം 2 എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും അരങ്ങേറ്റം കുറിച്ചു. വേട്ടക്കാരൻ, സിംഘം, സീരീസ്, വാനം, താണ്ഡവം, അലക്സ് പാണ്ഡ്യൻ, ഇരണ്ടാം ഉലകം, ലിംഗ, സൈസീറോ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. സിംഗത്തിന്റെ 3 സിനിമകളും സൂര്യയുടെ നായികയായതോടെ വലിയ ജനപ്രീതി ലഭിച്ചു. അരുന്ധതി, രുദ്രമാദേവി, ഭാഗമതി എന്നിങ്ങനെയുള്ള ഫിക്ഷൻ സിനിമകളായിരുന്നു അനുഷ്കയുടെ കരിയറിനെ ഉന്നതിയിലേക്ക് എത്തിച്ചത്. പിന്നീടാണ് തെലുങ്കിൽ നിന്നും ബാഹുബലി പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ ലഭിക്കുന്നത്. ദേവസേന എന്ന നായിക വേഷത്തെ അവതരിപ്പിച്ച് നടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറി. മുൻപ് പലപ്പോഴായി നടി വിവാഹിതയായേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല. ബാഹുബലി റിലീസിനെത്തിയതിനു ശേഷം നടൻ പ്രഭാസിന്റെ പേരിനൊപ്പം നിരവധി തവണ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു. സിനിമയിലെ ഇരുവരുടെയും കെമിസ്ട്രി പോലെ ജീവിതത്തിലും ഒന്നിക്കണം എന്നായിരുന്നു ആരാധകരും ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രഭാസുമായി വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയൊക്കെ ഗോസിപ്പുകൾ മാത്രമാണെന്നും മുൻപൊരു അഭിമുഖത്തിൽ നടി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും പ്രഭാസും അവിവാഹിതനായി നിൽക്കുന്നതിനാൽ താരങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചൂടെ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. അതേസമയം കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ അനുഷ്ക ഷെട്ടിയുടെ ക്യാരക്ടർ ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. സിനിമയിൽ നിള എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത്. തെന്നിന്ത്യൻ ആരാധകരുടെ പ്രിയ അഭിനേത്രി അനുഷ്ക ഷെട്ടിയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണ് കത്തനാർ. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കടമറ്റത്ത് കത്തനാരുടെ കഥയാണ് പറയുന്നത്. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം റിലീസിന് ഒരുങ്ങുകയാണ്. അനുഷ്ക ഷെട്ടിക്കും ജയസൂര്യയ്ക്കുമൊപ്പം പ്രഭുദേവയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ബംഗാളി, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പാനീസ്, ജർമ്മൻ തുടങ്ങി 17ഓളം ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബാഹുബലിയുടെ 2ാം ഭാഗത്തിനു ശേഷം അനുഷ്ക സെലക്റ്റീവായിരിക്കുകയാണ്. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് നടി ചെയ്തിരിക്കുന്നത്. ബാഹുബലിക്ക് ശേഷം വന്ന ഭാഗമതി വലിയ ഹിറ്റായിരുന്നു. മലയാളത്തിൽ നിന്ന് ജയറാമും ഉണ്ണിമുകുന്ദനും എല്ലാം ഭാഗമതിയിൽ ഉണ്ടായിരുന്നു. നിശബ്ദം, സൈറ നരസിംഹറെഡ്ഡി, മിസ് ഷെട്ടി, മിസ്റ്റർ പോളി ഷെട്ടി പോലുള്ള ചിത്രങ്ങളാണ് പിന്നീട് നടി ചെയ്തത്. അതുകൊണ്ട് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടെ വളരെ കുറച്ച് റിലീസ് മാത്രമാണ് നടിക്കുണ്ടായിരുന്നത്. അതേസമയം കത്തനാർ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ്. 75 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് റിലീസ് ചെയ്യുക. സിനിമയ്ക്കായി 45,000 ചതുരശ്ര അടിയിലെ സ്റ്റുഡിയോ ഫ്ലോർ തീർന്നാണ് ഷൂട്ടിംഗ്. ചിത്രത്തിൽ കടമറ്റത്ത് കത്തനാരായിട്ടാണ് ജയസൂര്യ വേഷമിടുന്നത്. അനുഷ്ക ഷെട്ടി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിവേഷത്തിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. VFXന്റെ വളരെയധികം പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണിത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.